ഗസയിൽ ഇസ്രായേൽ ആരംഭിച്ച നരഹത്യയ്ക്ക് ഒക്ടോബർ 2023 ഒക്ടോബറിൽ ആരംഭിച്ച ആ നരഹത്യ ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് 57,000-ലധികം പേർ 57,500-ലധികം പേർ മരിച്ചു എന്നാണ് ഗസയിലെ ഔദ്യോഗികമായ കണക്ക്. 1.5 ലക്ഷത്തോളം പേർക്ക് പരിക്കേറ്റു. ഗസയിലെ ഏതാണ്ട് എല്ലാ മനുഷ്യരും അഭയാർത്ഥികളായി മാറിയിട്ടുണ്ട്. ഈ അവസ്ഥയിലും ആക്രമണം തുടരുകയാണ്. അവിടെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവർക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നു, നിരവധി പേരെ വധിക്കുന്നു, അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുന്നു, ആളുകൾ മരിക്കുന്നു. ഇതിങ്ങനെ അനുസ്യൂതം തുടരുകയാണ്. അപ്പോൾ ഗസയിലെ ആളുകൾ ചോദിക്കുന്നത്, ലോകരാഷ്ട്രങ്ങളൊന്നും ഇത് കാണുന്നില്ലേ, ഐക്യരാഷ്ട്രസഭ പോലെ സംവിധാനങ്ങളൊന്നും ഇത് കാണുന്നില്ലേ എന്ന് അവിടെ നിന്നുള്ള ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ രണ്ടാമതൊരു വെടിനിർത്തൽ, ആദ്യം ഒരു വെടിനിർത്തൽ ഉണ്ടാക്കിയതാണ്, അത് ഇസ്രായേൽ ലംഘിച്ചതാണ്. രണ്ടാമതൊരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 കൂടിക്കാഴ്ചകൾ ട്രംപ് നടത്തി എന്ന് റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾക്ക് നെതന്യാഹു വഴങ്ങുന്നില്ല എന്നാണ്, അല്ലെങ്കിൽ അത് പോരാ എന്ന് നെതന്യാഹു നിർബന്ധം പിടിക്കുന്നു. റഫ അതിർത്തി അടയ്ക്കണം, അവിടെ അടച്ച് കാവലേർപ്പെടുത്താൻ ഇസ്രായേൽ സൈന്യത്തിന് അധികാരം നൽകണം എന്ന വ്യവസ്ഥ നെതന്യാഹു മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിനിടയിൽ ഈ ചർച്ചകൾ പോലും വെടിനിർത്തൽ കരാർ എന്നുള്ളതിൻ്റെ പേരിൽ ട്രംപ് നേരത്തെ മുന്നോട്ട് വെച്ച ഗസയെ ഒഴിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നൊരു പദ്ധതിയുടെ ഭാഗമാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. പ്രധാനമായിട്ടും അതിലേക്കും ഡിസ്കഷൻസ് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് പ്രൊഫസർ ജോസഫ് ആൻ്റണിയാണ്. അദ്ദേഹം കേരള സർവകലാശാലയുടെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മുൻ മേധാവിയാണ്, വിദേശകാര്യ വിദഗ്ധനാണ്. ഗാസ അടക്കം അല്ലെങ്കിൽ പശ്ചിമേഷ്യ, ഫലസ്തീൻ, ഇസ്രായേൽ വിഷയങ്ങൾ ഇതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന വ്യക്തിയാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. എന്താണ് തോന്നുന്നത്, ഇപ്പോൾ നടക്കുന്ന ഒരു വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ചർച്ചകളാണോ, അതിൽ എന്തൊക്കെ ഉപാധികൾ വേണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകളാണോ, അതോ വീണ്ടും ഗസയിലെ ഈ പറയുന്ന നിസ്സഹായരായ മനുഷ്യർക്ക് വേറൊരു ട്രാപ്പ് ഒരുക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്? ഈ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം കേവലം ഒരു ഭീകരാക്രമണത്തിന്റെ ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് തുടങ്ങിയതല്ല. അത് കുറച്ചുകൂടി വളരെ വലിയ ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി കിട്ടിയ അവസരം അവർ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ എറക്സ് ഇസ്രായേൽ എന്നുള്ള ആശയം, അതായത് ഗ്രേറ്റർ ഇസ്രായേൽ. ബൈബിളിലൊക്കെ എബ്രഹാമിന് പിന്നെ ദൈവം നൽകിയ നിന്റെ മുന്നിൽ കാണുന്ന ഈ പ്രദേശം മുഴുവൻ നീ സ്വന്തമാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ യോർദാൻ നദി മുതൽ, അതായത് നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് വരെ എന്നൊക്കെ പറയുന്ന തരത്തിൽ നമുക്ക് കുറച്ചുകൂടി പിന്നെ അത് വളരെ വിപുലമായ പശ്ചിമേഷ്യയിലെ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട പ്രദേശങ്ങളും വരുന്ന തരത്തിൽ അടങ്ങുന്ന ഒരു ഇസ്രായേലിനെ കുറിച്ചാണ് ഈ സയനിസ്റ്റുകൾ സ്വപ്നം കാണുന്നത്. ഈ സയനിസ്റ്റ് മൂവ്മെന്റിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ഹെഴ്സൽ അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളിൽ ഇതിനെക്കുറിച്ച്, ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ചും അതിന്റെ വ്യാപ്തിയെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി പറഞ്ഞു. 1919 ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം പാരീസ് പീസ് കോൺഫറൻസിന്റെ മുന്നിൽ അതിനുശേഷം പിന്നെ ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് ബെൻ-ഗൂറിയൻ ഈ രാജ്യത്തിന്റെ രൂപീകരിക്കപ്പെടാൻ പോകുന്ന, ഭാവിയിൽ രൂപീകരിക്കപ്പെടാൻ പോകുന്ന ഇസ്രായേലിന്റെ അതിർത്തിയെ സംബന്ധിച്ചുള്ള നിർദ്ദേശം വരെ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും മുന്നിൽ വെച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആശയം ഇവരുടെ ഉള്ളിലുണ്ട്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. നമുക്കറിയാം, ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു ക്ലിപ്തമായ അതിർത്തിയുണ്ട്, എന്നാൽ ഇസ്രായേലിന് മാത്രം ക്ലിപ്തമായ അതിർത്തിയില്ല. അവർ ഓരോ തവണയും പിടിച്ചടക്കുന്നതൊക്കെ അവരുടെ പ്രദേശമായി മാറുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സമീപനമാണ് അവർ സ്വീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ തരത്തിൽ എപ്രകാരം ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതിയെ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതിർത്തികൾ വിപുലീകരിക്കാമോ അങ്ങനെ വിപുലീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമായും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നത്. അതിനൊരു അടിത്തറ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. ഈ 2000 ആണ്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അമേരിക്കയുടെ പിന്നെ ഭരണകൂടത്തിന്റെ ഭാഗമായിരുന്ന പോൾ വോൾഫോവിറ്റ്സും ഡിക് ചെനിയും കൊണ്ടോലിസ റൈസും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം അമേരിക്കയുടെ നൂറ്റാണ്ട്
21ാം നൂറ്റാണ്ട് അമേരിക്കയുടെ നൂറ്റാണ്ടാക്കണം എന്നൊരു നിർദ്ദേശം വെച്ചുകൊണ്ട് ഒരു പ്രോജക്ട് ഫോർ ന്യൂ അമേരിക്കൻ സെഞ്ചുറി PNAC എന്ന് പറയുന്ന ഒരു പദ്ധതി അവതരിപ്പിച്ചു. അങ്ങനെ ആ പദ്ധതിയിൽ ഒരു ഉപവിഭാഗമാണ് വാസ്തവത്തിൽ ഈ ഗ്രേറ്റർ ഇസ്രായേൽ അല്ലെങ്കിൽ ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പദ്ധതി. ആ ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഈ റഷ്യൻ ചേഞ്ച്, ഭരണകൂടത്തെ മാറ്റുക. ആ പദ്ധതി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ ഈ 9/11 സംഭവം ഉണ്ടായത്. ആ 9/11 ആക്രമണത്തിന് ശേഷം ഈ വെസ്ലി ക്ലാർക്ക് എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു സേനാ നായകൻ, ഒരു കമാൻഡർ, അമേരിക്കൻ ഭരണകൂടത്തിന്റെ മുന്നിൽ ഒരു നിർദ്ദേശം വെച്ചു. നമുക്ക് വരുന്ന 5 വർഷത്തിനുള്ളിൽ ഈ പശ്ചിമേഷ്യയിലെ 7 ഭരണകൂടങ്ങളെ അട്ടിമറിക്കണം. ഇറാഖ്, ലിബിയ, സിറിയ, ഇറാൻ, പിന്നെ അതിന്റെ നോർത്ത് അമേരിക്കയിലെ സുഡാൻ, സൊമാലിയ, ഇങ്ങനെയുള്ള 7 രാജ്യങ്ങളെ അടുത്ത 5 വർഷത്തിനുള്ളിൽ അട്ടിമറിക്കണം എന്നൊരു പദ്ധതി ഈ വെസ്ലി ക്ലാർക്കാണ്. അങ്ങനെ വെച്ചതിന് ശേഷമാണ് വാസ്തവത്തിൽ നമുക്കറിയാം ഈ ഇറാഖിലും ലിബിയയിലും കഴിഞ്ഞ വർഷം സിറിയയിലും ഇപ്പോ ഈ 2025 ഇറാനിലും ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളെല്ലാം ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ന്യൂ മിഡിൽ ഈസ്റ്റ്, പുതിയ പശ്ചിമേഷ്യയെ രൂപീകരിക്കുന്നതിന് വേണ്ടി അമേരിക്കയെയും ഇസ്രായേലിനെയും എതിർക്കുന്ന എല്ലാ ഭരണകൂടങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് അവരുടെ ഭരണകൂടങ്ങളെ കൊണ്ടുവച്ച് ഈ പിന്നെ എന്താണ് അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ് ഈ പദ്ധതികൾ മുഴുവൻ. അപ്പൊ അങ്ങനെ നമുക്കറിയാം ഏറ്റവും അവസാനം സിറിയ കൂടി കഴിഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കി ഇറാൻ ഇപ്പോൾ ദുർബലമായിരിക്കുകയാണ്, ഹമാസും ഹെസ്ബുള്ളയും ഹൂതികളും ഒക്കെ ദുർബലമായിരിക്കുന്നു, ഇപ്പോഴാണ് അതിന്റെ ശരിയായ സമയം. അതുകൊണ്ട് ഇറാനിൽ ഭരണകൂട അട്ടിമറി നടത്തുക. നമുക്ക് ഇറാഖിൽ പറഞ്ഞതുപോലെ ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ആളുകളെ കൂട്ടക്കൊല ചെയ്യാനുള്ള പിന്നെന്താണ് എല്ലാവിധ മാരകായുധങ്ങളും കൂട്ടിവെച്ചിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ സമാനമായ ഒരു മുദ്രാവാക്യമോ അല്ലെങ്കിൽ ഒരു കള്ളപ്രചരണമാണ് ഇറാനെതിരെ നടത്തിയിരിക്കുന്നത്. ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ട്, അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കുമെന്ന് ഒരു അന്തർദേശീയ ഏജൻസി പറയാതിരിക്കെ അങ്ങനെ പറയുകയും അപ്പേരിൽ ആക്രമണം നടത്തുകയും ചെയ്തത് വാസ്തവത്തിൽ ഇറാന്റെ ആണവ പദ്ധതിയെ ഇല്ലാതാക്കാനല്ല, മറിച്ച് ആ പേരിൽ ഇറാനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അട്ടിമറിച്ചുകൊണ്ട് ഈ നമ്മൾ പറയും ദൈവം തന്റെ പ്രതിച്ഛായയിൽ മനുഷ്യ സൃഷ്ടിച്ചു എന്ന് പറയുന്ന പോലെ ഈ പശ്ചിമേഷ്യ ഇസ്രായേലിന്റെ പ്രതിച്ഛായയിൽ ഈ പശ്ചിമേഷ്യയെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വളരെ വലിയ പദ്ധതിയുടെ അമേരിക്ക എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണിത്. അതുകൊണ്ടാണ് ഇപ്പോ പുതിയ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞ എന്താ നിർദ്ദേശം? ഈ ഗാസ പൂർണ്ണമായി, അത് നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു, ഗാസ ഞങ്ങൾ പൂർണ്ണമായും പിടിച്ചെടുത്ത് ഇതിനെ ഒരു എന്താണ് വിശ്രമ വിനോദ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് പറഞ്ഞതൊന്നും വെറുതെ അല്ല. ഇത് നിലവിൽ അമേരിക്കയിലും പിന്നെ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷവും വളരെ നാളുകളായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അതാണ് അദ്ദേഹം അത് പറഞ്ഞത്. ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജനുവരിയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല വെടിനിർത്തൽ ഉണ്ടായെങ്കിലും മാർച്ചിൽ അത് ലംഘിച്ചുകൊണ്ട് വീണ്ടും ആക്രമണം തുടങ്ങി. അത് നമുക്ക് ഇവിടെ രാജീവ് സൂചിപ്പിച്ച പോലെ ഈ ഏത് അന്തർദേശീയ സംഘടനയുണ്ട് വാസ്തവത്തിൽ ഇതൊരു വംശഹത്യ അല്ല എന്ന് പറയുന്നത്? എല്ലാ സംഘടനകളും പറഞ്ഞു. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇത് വംശഹത്യയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഇന്റർനാഷണൽ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് പിന്നെ ഓർഗനൈസേഷൻ കമ്മീഷൻ ഇത് വംശഹത്യയാണെന്ന് പറയുന്നു. ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നു, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നു. അതായത് മനുഷ്യനെ ജനസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിർവചിക്കപ്പെട്ടിട്ടുള്ള ആ പാരാമീറ്ററിനകത്ത് വരുന്ന മുഴുവൻ കാര്യങ്ങളും വരുന്ന തരത്തിൽ ഒരു വംശഹത്യയാക്കി ഇതിനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ 57,000-ൽ ചില ആളുകൾ മരിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇപ്പൊ നമുക്കറിയാം ഈ വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലൊക്കെ ഈ ഭക്ഷണവും മരുന്നും ഒക്കെ വിതരണം ചെയ്യുന്ന ഏജൻസികൾ ഉണ്ടായിരുന്നു. ആ ഏജൻസികളെയൊക്കെ മാറ്റി അമേരിക്കയും ഇസ്രായേലും ചേർന്ന് രൂപീകരിച്ച ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ. ലോകത്തിലെ ഏറ്റവും വലിയൊരു തമാശയാണ് വാസ്തവത്തിൽ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ. എന്താ നടക്കുന്നത്? ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്താ നടക്കുന്നത്? ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് വെച്ചുകൊണ്ട് നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ ഭക്ഷണത്തിനായിട്ട് വരുമ്പോൾ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടക്കുന്ന എന്താണ്? ഏറ്റവും ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന പാവങ്ങളായിട്ടുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു. ഇതിനെ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും അല്ലാതെ ലോകത്ത് ആർക്കും വിളിക്കാൻ കഴിയില്ല. അപ്പൊ ആ തരത്തിൽ അതായത് മനുഷ്യത്വത്തോടും നീതിയോടും ധാർമ്മികതയോടും ഒക്കെ അനുനിമിഷം വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുന്ന 2
രാജ്യങ്ങളായി അമേരിക്കയും ഇസ്രായേലും മാറിയിട്ടുണ്ട്. അങ്ങനെ ആ ഇസ്രായേലിൽ ഈ അമേരിക്കയ്ക്ക് വാസ്തവത്തിൽ ഇപ്പോഴത്തെ ട്രംപിന്, അമേരിക്കയ്ക്ക് എന്ന് പറയാൻ പറ്റില്ല, ട്രംപിന് അദ്ദേഹം ആഗ്രഹിക്കുന്ന കണക്ക് ഈ പറഞ്ഞ പദ്ധതിയിലൊന്നും പങ്കെടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ അമേരിക്ക വേണം താനും. അതുകൊണ്ടാണ് നിരന്തരമായി ഇദ്ദേഹത്തെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ജൂലിയസ് സീസറിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ജൂലിയസ് സീസർ ഈ മുഖസ്തുതി, ആളുകൾ വന്ന് മുഖസ്തുതി പറഞ്ഞാൽ ജൂലിയസ് സീസർ വഴങ്ങില്ല. ജൂലിയസ് സീസറിന് അറിയാം അത് കാപട്യമാണെന്ന്. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തെ ഒരാൾ വീഴ്ത്തി കളഞ്ഞു. അദ്ദേഹം ജൂലിയസ് സീസറിന്റെ മുഖത്തുക്കി പറഞ്ഞു, ജൂലിയസ് സീസർ മാത്രമേ ഉള്ളൂ ലോകത്ത് മുഖസ്തുതി കേട്ടാൽ വീഴാത്തയാൾ. ആ മുഖസ്തുതിയിൽ ജൂലിയസ് സീസർ വീണുപോയെന്നാണ് പറയുന്നത്. എന്നതുപോലെ ഈ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപിനെ നിരന്തരം പുകഴ്ത്തുകയും ഇത് ഇസ്രായേലിന്റെ ഫ്രണ്ടാണ്, ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ലോക സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കേണ്ട വ്യക്തിയാണ് വാസ്തവത്തിൽ ഡൊണാൾഡ് ട്രംപ്. നമുക്കറിയാമല്ലോ, ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് നൊബേൽ സമ്മാനം കൊടുത്തുകൂടാ എങ്കിൽ അത് അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്ത് ഒരു പരാജയം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്ന ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുമ്പിൽ ആണവ ബോംബ് ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ ഉടൻ തന്നെ കൊലപ്പെടുത്തിയ ഒരു രാജ്യമാണ്. നമുക്കിപ്പോ നമ്മുടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന, വാസ്തവത്തിൽ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വംശീയ ഹത്യയിൽ ആരാണ് കൂട്ടുപ്രതി? അമേരിക്കയാണ് കൂട്ടുപ്രതി. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാജു സൂചിപ്പിച്ച പോലെ ഈ ദിവസേന കണക്കിന് 50, 100 എന്ന കണക്കിന് ഒരു ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ പേരിൽ ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് വെടിവെച്ചു കൊള്ളുന്ന ഒരു ഭരണകൂടത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ ഇവർ കണ്ണുപൊട്ടന്മാരൊന്നുമല്ലല്ലോ ഭരണാധികാരികൾ. അപ്പൊ അങ്ങനെ ഇത് കണ്ടുകൊണ്ട് ഈ നിരന്തരം ഈ മനുഷ്യന്റെ ചോര, മനുഷ്യന്റെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിന് എല്ലാ പിന്തുണയും നൽകുന്ന ട്രംപിന് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം കൊടുത്താൽ സമാധാനം എന്നുള്ള വാക്കിന് വേറെ നിർവചനം കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ, അതായത് നമ്മൾ പറയുമല്ലോ, ഞാൻ ഒരു കടുത്ത ഭാഷ ഉപയോഗിക്കാം, ഈ ഈനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട് എന്ന് പറയുന്നത് പോലെയാണ് ഇസ്രായേലിന്റെയും അമേരിക്കൻ ഭരണാധികാരികളുടെയും ഈ കൂട്ട്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മനുഷ്യനെ നിർദ്ദയം കൊന്നു തള്ളുന്ന ഒരു ഭരണകൂടം, എല്ലാത്തിനും എല്ലാ പിന്തുണ നൽകുന്ന ഒരു ഭരണകൂടം തമ്മിൽ നടപ്പിലാക്കുന്ന ഒരു സാമ്രാജ്യത്വ പദ്ധതിയാണ്. ആഗോളതലത്തിൽ അമേരിക്കയുടെ സാമ്രാജ്യത്വം നിലനിർത്താനും പശ്ചിമേഷ്യയില് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഇസ്രായേലാണ്. ഇതെല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണ് വാസ്തവത്തിൽ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ ഗാസ പൂർണ്ണമായും നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി ആ ഗാസ എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങളെ ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ടാണ് തെക്കൻ ഗാസയിലേക്ക് ആളുകളെ കൂട്ടത്തോടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഈജിപ്തിന്റെ ഭാഗത്താണ്. ആ ഈജിപ്തിന്റെ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് കൂടി അവരെ ആട്ടിപ്പായിച്ചുകൊണ്ട് പൂർണ്ണമായും ഗാസ കീഴടക്കുക എന്ന് പറയുന്ന ഒരു ഹിഡൻ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഉള്ളൊരു പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ ഈ ഗാസ എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കണമെന്ന് പറയുന്ന പ്രഖ്യാപനത്തിലൂടെ ഈ ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരിക്കുന്നു. ഈ ആക്രമണം തുടങ്ങുന്ന സമയത്ത് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഒരു കാര്യം പറഞ്ഞു, ഗാസയെ ഒരു മരുഭൂമിയാക്കും എന്ന് ബെഞ്ചമിൻ നെതന്യാഹു അന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപ് പറഞ്ഞാണ്, ഞാനിതൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഗാസ ഏറ്റെടുക്കുകയും അവിടെ ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും റിസോർട്ടുകളും ഒക്കെ പണിയും എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുക അത്ര എളുപ്പമാണോ? ഈ ടു നേഷൻ തിയറി അംഗീകരിച്ചതാണല്ലോ അമേരിക്ക അടക്കം. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരണമല്ലോ. അത് വളരെ ഏകപക്ഷീയമായിട്ടൊക്കെ ചെയ്യാൻ സാധിക്കുമോ? അത്ര എളുപ്പമാണോ? നമ്മൾ പറയും, ഇന്നത്തെ ലോകക്രമം എന്ന് പറയുന്നത് ബഹുധ്രുവ ലോകക്രമമാണ്, ഏകധ്രുവ ലോകക്രമം അല്ല എന്നൊക്കെ നമ്മൾ പറയുന്നത്. വാസ്തവത്തിൽ ഇത് ഇപ്പോഴും ഏകധ്രുവ ലോകം തന്നെയാണ്. അമേരിക്ക എന്താണോ ലോകത്ത് ആഗ്രഹിക്കുന്നത് അത് നടക്കുന്ന തരത്തിൽ ആരാണ് ചോദിക്കാനുള്ളത്? ഇസ്രായേൽ ഈ പറഞ്ഞ തരത്തിലുള്ള ആക്രമണമെല്ലാം നടത്തുന്നു. ആരാ ചോദിക്കാനുള്ളത്? ആരും ചോദിക്കാനില്ല. ഇവിടെ അതായത് ഒരു രാജ്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ആ രാജ്യം സ്വന്തമായി ശക്തി നേടണം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഇവിടെ നമ്മൾ എത്തിച്ചേരുന്ന നിഗമനം. അപ്പൊ അതാണല്ലോ കാരണം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ് പറയേണ്ടത് ഇറാനിൽ ബോംബുണ്ടോ എന്ന്. അത് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അമേരിക്കയുടെ ഭരണകൂടം തന്നെ, തുൾസി ഗബാർഡ് തന്നെ പറഞ്ഞല്ലോ അവരുടെ കയ്യിൽ ബോംബില്ലാന്ന്. ഇങ്ങനെ വളരെ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പരിശോധിച്ച് പറയുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ഏജൻസീസ് ഇത് പറഞ്ഞിട്ടും ഇതിന്റെ പേരിൽ ഒരു രാജ്യം വേറൊരു രാജ്യത്തെ ആക്രമിച്ചിട്ട് ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിന്റെ പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട രാജ്യമായിട്ടുള്ള അമേരിക്ക അല്ലെങ്കിൽ ഫ്രാൻസ് അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ത് ചെയ്തു? പ്രശംസിക്കുകയാണ് ചെയ്തത്.
ഈ ആക്രമണം നടത്തിയ രാജ്യത്തെ പ്രശംസിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരും ഈ പ്രമേയങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയും പറഞ്ഞല്ലാതെ ആരെങ്കിലും ഈ ഇറാന്റെ രക്ഷയ്ക്ക് വന്നില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ രാജീവ് ചോദിച്ചതിനുള്ള മറുപടി ഞാൻ പറയുന്നു. അതായത് അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്തും നടക്കുന്ന ലോകമായി ഈ ലോകം മാറിയിട്ടുണ്ട്. അതിനെ എന്താണ് ഒളിഞ്ഞും തെളിഞ്ഞും സപ്പോർട്ട് ചെയ്യുന്നതായി ഒരു നല്ല വിഭാഗം രാജ്യങ്ങൾ മാറിയിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം, ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ ബ്രിട്ടൻ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇംഗ്ലണ്ട് ബ്രെക്സിറ്റ് നടപ്പായതിനു ശേഷം, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എക്സിറ്റ് ആയതിനു ശേഷം ആദ്യമായിട്ട് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഒരു രാഷ്ട്ര നേതാവ് ഇംഗ്ലണ്ട് സന്ദർശിക്കുകയാണ്, ഇമ്മാനുവൽ മാക്രോൺ. അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞത് ഫലസ്തീൻ രാജ്യം അംഗീകരിക്കപ്പെടണം, അതിന് UK ആ ആവശ്യത്തെ പിന്തുണയ്ക്കണം എന്ന് ഫ്രാൻസ് ആവശ്യപ്പെടുന്നുണ്ട് അവിടെ ചെന്നിട്ട്. ഇതേ ഫ്രാൻസ് തന്നെയാണ് ഇറാനെ ആക്രമിച്ചപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നന്നായി എന്ന് പറഞ്ഞത്. അപ്പോൾ പക്ഷേ ഇത് നാറ്റോ സഖ്യത്തിൽ അമേരിക്ക പോലെ അല്ലല്ലോ. ഇപ്പോൾ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമാണ്, അമേരിക്കയുടെ പൊതു അജണ്ടകളെ മുഴുവൻ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളാണെങ്കിൽ പോലും കുറെ കൂടെ ജനാധിപത്യ ബോധം നിലനിൽക്കുന്ന രാജ്യങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഈ രാജ്യങ്ങൾക്കൊക്കെ വളരെ ഏകപക്ഷീയമായിട്ട് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? അല്ല, ഈ മാക്രോണിന്റെ കാര്യം നമ്മൾ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് പറയാം. ഈ മാക്രോണിന്റെ നേതൃത്വത്തിൽ ഈ പലസ്തീൻ സ്റ്റേറ്റ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ യൂറോപ്പിൽ ഇദ്ദേഹം ഒരു വലിയ നേതാവാണ്, ഇത്തരം കോസിന്റെ കൂടെ നിൽക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. പക്ഷെ ബേസിക്കലി നമ്മൾ കാണേണ്ട കാര്യം, ഈ ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയൊക്കെ അല്ലേ വാസ്തവത്തിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്ര സ്ഥാപനത്തിന് എല്ലാവിധ വളവും വെച്ചു കൊടുക്കുകയും ഈ ജനാധിപത്യ വിരുദ്ധമായി തന്നെ ഈ രാഷ്ട്രത്തിന്റെ സ്ഥാപനത്തിലേക്ക് നയിച്ചു. അതുപോട്ടെ, അത് ചരിത്രം. ആ ചരിത്രത്തിന് ശേഷം ഇന്നുവരെ ഈ പറഞ്ഞ തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ, ഇപ്പൊ ഗാസയില് ഇപ്പൊ 22 മാസമായി ഈ ആക്രമണം തുടങ്ങിയിട്ട്. ഈ ആക്രമണം അവസാനിപ്പിക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇടയിൽ സമ്മർദ്ദം ചെലുത്താൻ എന്തുമാത്രം ഇവർക്ക് കഴിഞ്ഞു? ഐക്യരാഷ്ട്ര സംഘടന, ഇവിടെ ജെഫ്രി സാക്സ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ നിരീക്ഷകനുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കും. അമേരിക്ക പാലസ്തീനെ ഐക്യരാഷ്ട്ര സംഘടനയിലെ 194ാമത്തെ രാഷ്ട്രമായി അംഗീകരിക്കുന്നതോട് കൂടിയിട്ട് ഇത് തീരും. ഒറ്റ നടപടിയേ ഉള്ളൂ. ഐക്യരാഷ്ട്ര സംഘടനയിലെ 194ാമത്തെ രാജ്യമായി പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അമേരിക്ക അംഗീകരിച്ചു. ബാക്കിയുള്ളവരുടെ അംഗീകാരം റെഡിയാണ്. അമേരിക്ക അംഗീകരിച്ചാൽ ആ നിമിഷം ഈ യുദ്ധം തീരും, ഈ പ്രശ്നങ്ങൾ തീരും. എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? അംഗീകരിക്കാത്തത് ഇത് ഈ പറഞ്ഞ തരത്തിലുള്ള ഈ പാശ്ചാത്യ പശ്ചിമേഷ്യൻ മേഖല മുഴുവൻ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും അവിടെ മുഴുക്കെ അതിലൂടെ ഈ രാജ്യങ്ങളെ, പശ്ചിമേഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളെയും കീഴടക്കി നിർത്തുക എന്ന് പറയുന്ന ഒരു അജണ്ട അവർക്കുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായി നിൽക്കുകയാണ് നിർഭാഗ്യവശാൽ പശ്ചിമേഷ്യയിലെ മറ്റ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ ഒളിഞ്ഞോ മറഞ്ഞോ അവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, ഇസ്രായേല് അവർ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ അവരിപ്പോ തന്നെ സിറിയയുടെ പ്രദേശങ്ങൾ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്, ലെബനന്റെ തെക്കൻ ഭാഗം കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ, അതായത് അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന, എറക്സ് ഇസ്രായേൽ എന്ന് പറയുന്ന ആശയം അതിശക്തമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സിറിയയുടെ കാര്യത്തിൽ സിറിയയിൽ പുതിയ ഭരണകൂടം വന്നതിന് തൊട്ടുപിറകെ ഗൊലാൻ ഹൈറ്റ്സ് അവർ കൈയടക്കി വെച്ചത് അവരുടെ ഭാഗമാണ് എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഓൾറെഡി. അതുവരെ അവരുടെ കസ്റ്റഡിയിലിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് ഔദ്യോഗികമായിട്ട് ഞങ്ങളുടേതാണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സിറിയൻ ആ ഭരണകൂടം വീണതിന് ശേഷം കുറച്ചുകൂടി പ്രദേശത്തിലേക്ക് കടന്നു കയറി. വെസ്റ്റ് ബാങ്ക്, അതായത് ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടായാൽ അതിന്റെ ഭാഗമാകേണ്ട വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിന്റെ പ്രദേശമാണെന്ന് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ഇത്രമാത്രം ഈ നീതിരഹിതമായ അല്ലെങ്കിൽ അന്തർദേശീയ നിയമങ്ങളെ ഒന്നും മാനിക്കാത്ത തരത്തിലുള്ള ഭരണാധികാരികളാണ് ഈ പറഞ്ഞ ഡൊണാൾഡ് ട്രംപും ഇദ്ദേഹം ഈ ബെഞ്ചമിൻ നെതന്യാഹു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഭരിക്കുന്ന സന്ദർഭത്തിൽ ഇവർ ഈ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് ക്യാരക്ടറിസ്റ്റിക് പോളിസിയാണ്. അതായത് പശ്ചിമേഷ്യയിലെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിസിയാണ്. യോർദാൻ, ഈജിപ്റ്റ് മുതലായ രാജ്യങ്ങളെ സാമ്പത്തികമായി സഹായിക്കുകയും അങ്ങനെ സഹായിച്ചുകൊണ്ട് അവരെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടർ പോളിസിയാണ് എങ്കിൽ, ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെ സ്റ്റിക് പോളിസിയാണ്. അതായത് അടിക്കേണ്ടവരെ അടിക്കുക, സമ്പത്ത് കൊടുത്ത് നിലനിർത്തേണ്ടവർ സമ്പത്തോട് നിലനിർത്തുക. അങ്ങനെ ഇവരെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുക്കെ കീഴടക്കി മേധാവിത്വം വഹിക്കാനുള്ള ഗ്രാൻഡ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഇത് എന്ന് ബാക്കിയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം ഈ പശ്ചിമേഷ്യയിലെ ഇവരുടെ അനിയന്ത്രിതമായ നിയന്ത്രണം അതിശക്തമായി തുടരാനാണ് എല്ലാ തരത്തിലുള്ള സാധ്യത. പൊളിറ്റിക്സിലേക്ക് ഞാൻ വരാം, അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ ആദ്യത്തെ വെടിനിർത്തലുണ്ടായല്ലോ, ഉപാധികളോടുകൂടിയുള്ള വലിയ ഉപാധികളോടുകൂടിയിട്ടുള്ള വെടിനിർത്തലുണ്ടായി. അപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ആ ഉപാധികൾ അനുസരിച്ച് വിട്ടുകൊടുക്കേണ്ട ബന്ദികളെ
കൃത്യമായി വിട്ടുകൊടുക്കുകയും ചെയ്തു. അത് ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഇസ്രായേൽ ലംഘിച്ച് വീണ്ടും ആക്രമണം നടത്തിയത്. ഈ വെടിനിർത്തലുണ്ടായ കാലയളവിൽ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്ന് കുടിയൊഴിഞ്ഞു പോയ മനുഷ്യർ മുഴുവൻ കൂട്ടത്തോടെ അവരുടെ പ്രദേശങ്ങളിലേക്ക് തിരിച്ചു വരികയും ശേഷിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ആ ശേഷിപ്പിൽ നിന്നൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ വീണ്ടും വലിയ ആക്രമണം അഴിച്ചുവിടുന്നത്. ഇപ്പോൾ ഇനി വീണ്ടും ഒരു വെടിനിർത്തൽ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. ഇതേ മനുഷ്യർ വീണ്ടും തിരിച്ച് അവരുടെ പഴയ ആവാസ സ്ഥലങ്ങളിലേക്ക് ഇനി എങ്ങനെയെങ്കിലും ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഴിയുമല്ലോ എന്ന് അന്വേഷിച്ച് തിരിച്ചു വരാൻ ശ്രമിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇസ്രായേൽ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു കുടിയൊഴിച്ച് പോകും. അപ്പോൾ ഈ ജനതയെ ഇങ്ങനെ ഒരു 10-23 ലക്ഷം മനുഷ്യർ അവിടെ ഉണ്ടല്ലോ, ഈ മനുഷ്യരെ ഇങ്ങനെ അൺസെറ്റിൽ ചെയ്യുകയും നിരന്തരമായിട്ട് സ്വന്തം ഭൂമിയിൽ തന്നെ അഭയാർത്ഥികളാക്കുകയും ഭക്ഷണമില്ലാതിരിക്കുക, പോഷകാഹാരമില്ലാതിരിക്കുക, മരുന്നില്ലാതിരിക്കുക, ചികിത്സ ഇല്ലാതിരിക്കുക, എന്തിന് കുടിവെള്ളം പോലും, ശുദ്ധമായ കുടിവെള്ളം പോലും ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കുറേ കാലം ഇട്ട് കഴിഞ്ഞാൽ ട്രംപും നെതന്യാഹുവും ആഗ്രഹിക്കുന്ന പോലെ, ഞാൻ അമേരിക്ക ഇസ്രായേൽ എന്നുള്ള രാജ്യങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നില്ല, ട്രംപും നെതന്യാഹുവും അവരെ പിന്തുണയ്ക്കുന്ന ഈ സയനിസ്റ്റ് ആശയങ്ങളും അവർ വിചാരിക്കുന്ന പോലെ ഈ ജനങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ എങ്ങനെയെങ്കിലും കുടിയൊഴിഞ്ഞ് പൊക്കോളാം എന്ന് പറയും എന്ന പ്രതീക്ഷയിലായിരിക്കും ഇതൊക്കെ. അല്ല, അതുകൊണ്ടാണല്ലോ ഇതിനെ നമ്മൾ വംശഹത്യ എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് ജീവിക്കേണ്ട അവരുടെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും ഭാഗമായിട്ടുള്ള ഒരു പ്രദേശത്ത് അവരെ ജീവിക്കാൻ അനുവദിക്കാതെ അവരെ എല്ലാ തരത്തിലും, അപ്പൊ നമുക്കറിയാം, അവിടെ സ്കൂളുകളില്ല, അവിടെ ആശുപത്രികളില്ല, അവിടെ വൈദ്യുതി ജനറേഷൻ കേന്ദ്രങ്ങളില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ആക്കി കഴിയുന്നതിന് പുറമെ ഇപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണ്, ഏറ്റവും കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇവർ കൃത്യമായി കൊല്ലുന്നത് കുട്ടികളെയും സ്ത്രീകളെയും. എന്തുകൊണ്ടാണ് കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നത്? കുട്ടികളെയും സ്ത്രീകളെയും കൊന്നു കഴിഞ്ഞാൽ അടുത്തൊരു തലമുറ ഉണ്ടാവില്ല, അടുത്തൊരു തലമുറ ഉണ്ടാവില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് ഈ ലക്ഷണമൊത്ത വംശഹത്യയാണ് ഇസ്രായേല് വാസ്തവത്തിൽ ഈ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ കാണേണ്ട കാര്യം. അപ്പൊ അതുകൊണ്ടാണല്ലോ ഹമാസ് പറയുന്നത്, ഞങ്ങൾ വെടിനിർത്തലല്ല ഞങ്ങൾക്ക് വേണ്ടത്, സമ്പൂർണമായി യുദ്ധം അവസാനിപ്പിച്ച് ഈ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പോവുകയാണ് വേണ്ടത്. കാരണം അവർക്കറിയാം ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കള്ളത്തരം സൂചിപ്പിച്ചുകൊണ്ടും ആ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഈ വന്നിരിക്കുന്ന സമാധാനം പ്രതീക്ഷിച്ച് വന്നിരിക്കുന്ന ജനതയെ ബോംബ് ചെയ്ത് കൊല്ലുക. നമ്മളതാ പറയുന്നത്, ഈ ലോകത്തിന്റെ കാപട്യം, ലോകത്തിന്റെ ഈ നമ്മളെ രാഷ്ട്രീയ കാപട്യം, ലോകത്തെ എല്ലാ രാജ്യങ്ങളും വാസ്തവത്തിൽ ലോകത്ത് ഇത്രയും വലിയ കാപട്യം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്രയും വലിയ കൊടിയ ക്രൂരത മനുഷ്യ സമൂഹത്തോട് എന്നാ നടന്നിട്ടുള്ളത്? നമ്മുടെ തൊട്ടയലത്ത് നടക്കുകയാണിത്, നമ്മുടെ കൺമുമ്പേ നടക്കുകയാണിത്, എല്ലാ മാധ്യമങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ലോകത്ത് ഒരു കാലത്തും കാണാൻ പറ്റാത്ത തരത്തിൽ ബോംബാക്രമണങ്ങളും കുഞ്ഞുങ്ങളുടെ കൊലപാതകങ്ങളും അവരെ ആംബുലൻസിൽ എടുത്തുകൊണ്ട് പോകുന്നതും ചിന്നിച്ചതറി പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ടും ഈ മനുഷ്യാവകാശത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന ആളുകൾ എവിടെ? ആരുമില്ല. അപ്പൊ ഈ നമ്മുടെ വാസ്തവത്തിൽ ഈ അന്തർദേശീയ സമ്മേളനങ്ങളിൽ പോയിരുന്ന് നമ്മുടെ നേതാക്കന്മാർ പ്രസംഗിക്കുന്നതിന് വല്ല അർത്ഥവുമുണ്ടോ? ഒരർത്ഥവുമില്ല. അപ്പൊ അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇതൊരു ഏകീകൃത യൂണിപോളാർ ഏകധ്രുവ ലോകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും അമേരിക്കയുടെ കൂട്ട് പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അമേരിക്കയുടെ സൗഹൃദം പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അമേരിക്കയെ ഭയന്ന് ജീവിക്കുന്ന രാജ്യങ്ങളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഈ യുദ്ധത്തിന് ശേഷം ഇറാൻ ഉൾപ്പെടെ പറഞ്ഞു, നമുക്ക് എത്രയും വേഗം ആണവായുധം ഉണ്ടാക്കണം, ആണവായുധം ഉണ്ടാക്കിയില്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും നിയന്ത്രിക്കുന്ന ഈ ലോകത്ത് നമ്മൾക്ക് സമാധാനത്തോടെ ജീവിക്കാനാവില്ല. റൈറ്റ്. ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളുടെ കാര്യം, ഇപ്പോൾ ട്രംപ് അധികാരമേറ്റതിൻ്റെ തൊട്ട് പിറകെ ഇസ്രായേലിലേക്ക് പോലും പോകാതെ അദ്ദേഹം പോയത് സൗദി അറേബ്യ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ട് വലിയ വെൽക്കം അദ്ദേഹത്തിന് അവിടെ കിട്ടുന്ന കാഴ്ച കണ്ടു. വലിയ കരാറുകളിൽ അദ്ദേഹം ഒപ്പുവയ്ക്കുന്നു. ആയുധ ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള $multi-billion കരാറുകൾ ഒപ്പുവയ്ക്കുന്നു. വലിയ സൗഹൃദം പങ്കിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതുപോലും ഒരു ഗ്രാൻഡ് പ്ലാൻ്റെ ഭാഗമായിരുന്നു വരാനിരിക്കുന്ന ഗസയുടെ കാര്യത്തിൽ എടുക്കാനിരിക്കുന്ന ഒരു തീരുമാനം. അതിൽ ഈ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന്, ഇപ്പോൾ ഖത്തറൊക്കെ നമ്മളെപ്പോഴും പറയുന്നത് ഈ ഫലസ്തീനിലൊരു വെടിനിർത്തൽ ഉണ്ടാകാൻ വേണ്ടി അവിശ്രാന്തമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് എന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. അവർ ആ ശ്രമം നടത്തുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുക. പക്ഷേ ഈ സന്ദർശനം, ട്രംപിന് ആദ്യം നടത്തിയ സന്ദർശനമൊക്കെ ഗസയുടെ കാര്യത്തിൽ ഇവരെടുക്കാൻ പോകുന്നൊരു തീരുമാനത്തിന് ഒരു നിശബ്ദമായ പിന്തുണ ഉണ്ടാകുക എന്നത് ഉറപ്പാക്കാനുള്ള ഒരു ഡ്രാമ കൂടിയായിട്ട് നമ്മൾ കാണണോ ഇപ്പോൾ നോക്കുമ്പോൾ?
ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഷൈലോക്കാണ്. അദ്ദേഹത്തിന് കച്ചവടം മാത്രമാണ് പ്രധാനം, ലാഭം മാത്രമാണ് പ്രധാനം. ഈ ലോക രാഷ്ട്രീയത്തിൽ ഇത്തരം ഒരു കഥാപാത്രം ഇതുവരെ അവതരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. അതായത് എത്രത്തോളം നമ്മൾ സ്വാർത്ഥനാണെങ്കിലും ഒരു ഭരണാധികാരി മറ്റ് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കാൻ കുറെ വിട്ടുവീഴ്ചകൾ ചെയ്യും. നമ്മൾ അത്തരം ഒരു വിട്ടുവീഴ്ച ഇതുവരെ കണ്ടോ? ഇതുവരെ കണ്ടില്ല. ഏറ്റവും വലിയ സുഹൃത്തെന്ന് പറയുന്ന ഇന്ത്യയുമായി കരാർ ഒപ്പിടും. അതായത് മേരാ ദോസ്ത് എന്നൊക്കെ ഈ നാവെടുത്താൽ 40 വട്ടം നമ്മുടെ പ്രധാനമന്ത്രി പറയും. അങ്ങനെ മേരാ ദോസ്ത്, ആ ദോസ്തിനെ തിരിച്ച് ദോസ്താണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന തരത്തിലല്ലേ ട്രംപ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു വിട്ടുവീഴ്ചയിലും കരാർ ഇതാ 2 ദിവസം കൊണ്ട് കരാറുണ്ടാകും, 3 ദിവസം കൊണ്ട് കരാറുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷി, നമ്മുടെ ക്ഷീരോത്പാദന മേഖലയിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മുഴുക്കെ കൊണ്ടുവരുമ്പോൾ ഒരു പൈസയും നമ്മൾ ഈടാക്കരുത് എന്ന് പറയുകയും അവരുടെ ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും പഴവർഗ്ഗങ്ങളും ഇവിടെ ഇറക്കുമതി ചെയ്യണം. നമ്മളതെല്ലാം നിരോധിച്ചിരിക്കുന്നതാണ് അതെല്ലാം. അപ്പൊ അതെല്ലാം ഇവിടെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണം. എന്നിട്ട് നമ്മുടെ തുണി ഉൽപ്പന്നങ്ങൾക്ക് ഉൾപ്പെടെ ഉള്ളവയ്ക്ക് ഈ പറയുന്ന തരത്തിലുള്ള ടാക്സ് ഇമ്പോസ് ചെയ്ത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബ്രിക്സിൽ തുടങ്ങുന്ന 10% അധിക നികുതി എന്ന് വേറെ പറഞ്ഞിട്ടുണ്ട്. ബ്രിക്സ് ഡോളറൈസേഷനിലേക്ക് പോയാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത് 500% ഏർപ്പെടുത്തുന്നു, അന്നൊക്കെ 10ലേക്ക് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാതിരി കണ്ണിച്ചോരയില്ലാതെ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മാത്രം നേടിയെടുക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഈ ട്രംപ് എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള ഈ ട്രംപിന്റെ ഭക്തന്മാർ കൂടി മനസ്സിലാക്കണം. ഇത്രമാത്രം ഇന്ത്യയെ ദ്രോഹിച്ചുള്ള 1ാം ട്രംപ് ഭരണകാലം മുതൽ ഈ നിമിഷം വരെ ഇന്ത്യയെ ദ്രോഹിച്ചിട്ടുള്ള വേറെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഈ നമ്മുടെ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളെ പരസ്യമായി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ചുങ്കരാജാവ്, വെള്ളവും വെളിച്ചവും ശുദ്ധവായുവും ഇല്ലാത്ത രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. അപ്പൊ നമ്മളെ ഏതെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടിക്കാവോ ചൂഷണം ചെയ്യാവോ ആ തരത്തിലൊക്കെ ചൂഷണം ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് വാസ്തവത്തിൽ ഈ ട്രംപ്. അദ്ദേഹം ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് പോയത്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് താരതമ്യേന സാമ്പത്തികമായി ഈ ആയുധം വാങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാശുള്ള രാജ്യങ്ങൾ. സൗദി അറേബ്യയും ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ പോയാൽ അവർ ബില്യൺ കണക്കിന് ഡോളർ പൈസ കൊടുത്ത് ഇവരുടെ ആയുധങ്ങൾ വാങ്ങും. അത്തരം കച്ചവടം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത്. ഒരു പക്ഷേ അതിന്റെ ഭാഗമായിട്ട് ഇത്തരം എന്താ പറയുന്നത് ഈ പശ്ചിമേഷ്യയിലെ ഗാസ ഇസ്രായേൽ സംഘട്ടനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടിലേക്ക് പോകരുതെന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് നമുക്ക് അങ്ങനെ പറഞ്ഞില്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. ഇവിടെ ഞാൻ കാണുന്നത് അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പൊ $5 ട്രില്യൺ വ്യാപാരവും ഞാൻ ഉറപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മേന്നടിച്ചു അദ്ദേഹം. അതാണ് അദ്ദേഹത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. അതല്ലാതെ ഈ പറഞ്ഞ തരത്തിൽ അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം കൊണ്ട് വേറെ എന്തെങ്കിലും ഒരു ഗുണപരമായ സാഹചര്യം ഇസ്രായേൽ പാലസ്തീൻ സംഘട്ടനത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവസാനം ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഇപ്പൊ ഈ ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു, വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനുള്ള വ്യവസ്ഥകളെ സംബന്ധിച്ചാണ് കൂടിക്കാഴ്ച നടത്തുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഖത്തർ പറയുന്നത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ചർച്ച എപ്പോൾ വേണമെങ്കിലും നടക്കാം, പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ മധ്യക്ഷൻ പ്രതിനിധി അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ ഇന്നലെയായിരുന്നു, അദ്ദേഹം വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ ഉടൻ ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യം നിൽക്കെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റഫ അതിർത്തി വഴിയുള്ള ട്രാൻസാക്ഷൻസ് അത് ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലല്ലാതെ നടക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത്തരം വ്യവസ്ഥകളൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ളൊരു വെടിനിർത്തലിലേക്ക് അതൊക്കെ ഹമാസ് അംഗീകരിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഈ ട്രംപിന്റെ മധ്യക്ഷൻ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫുമായിട്ട് ഈ ഖത്തറിന്റെ പ്രതിനിധികളൊക്കെ വൈറ്റ് ഹൗസിൽ ചർച്ച നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ ദിവസം. അദ്ദേഹം ഈ ഖത്തറിലേക്ക് ഇനി പോകുമായിരിക്കും, അവിടെ ചർച്ചകൾ നടക്കുമായിരിക്കും. ചർച്ചകൾ നടക്കുകയോ ഒരു പക്ഷേ ഒരു താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാവുകയോ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ വെടിനിർത്തൽ ഉണ്ടാകുന്നതിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും അവശേഷിക്കുന്ന 50ഓളം മരിച്ചവരും ജീവിക്കുന്നവരുമായിട്ടുള്ള 50ഓളം ബന്ദികളെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ ഒരു താൽക്കാലികമായ വെടിനിർത്തൽ ഉണ്ടാവാം. പക്ഷേ ആ വെടിനിർത്തലിലൂടെ ഇവരെ മോചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രദേശത്തിനെതിരെ എന്തെങ്കിലും തൊടുന്യായം കണ്ടെത്തി ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടും. ഈ ഗാസ എന്ന് പറയുന്ന പ്രദേശത്തെ മണ്ണോട് മണ്ണ് ചേർത്തുകൊണ്ട് മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ. അങ്ങനെ ആ മണ്ണോട് മണ്ണ് ചേർത്തുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ എറച്ച് ഇസ്രായേൽ
ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന സയനിസ്റ്റുകളുടെ ഈ സാങ്കല്പിക രാഷ്ട്രം അത് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഏതെല്ലാം പ്രദേശം കൈവശപ്പെടുത്താമോ ആ പ്രദേശങ്ങളെല്ലാം കൈവശപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു നീരാളി പോലെ പശ്ചിമേഷ്യയുടെ മുകളിൽ, പശ്ചിമേഷ്യൻ സമാധാനത്തിന്റെ മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഒരു ഡെമോക്ലസ് വാളായി ലോക ചരിത്രത്തിൽ നമുക്കറിയാം. ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ തന്നെ, പശ്ചിമേഷ്യയുടെ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ പറഞ്ഞ രാജ്യങ്ങളുടെ ജോർദാന്റെയും മറ്റ് രാജ്യങ്ങളുടെയും ഇടയിൽ ഒരു കഠാര പോലെ തൂങ്ങി നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അത് ഈ പശ്ചിമേഷ്യ സമാധാനത്തിനും ലോക സമാധാനത്തിനും നേരെ തൂങ്ങിക്കിടക്കുന്ന ഒരു കഠാര തന്നെയാണ് വാസ്തവത്തിൽ ഇസ്രായേൽ. ഞാൻ അതാ ചോദിച്ചത്, ഇത് അറിഞ്ഞുകൊണ്ട് ഹമാസ് ഒരു ട്രൂസിന് സമ്മതിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ അവർക്കിപ്പോൾ അതേ നിവൃത്തിയുള്ളൂ എന്നുള്ളൊരവസ്ഥയുണ്ടോ? അല്ല, വാസ്തവത്തിൽ സമാധാനം വേണം, സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് ഹമാസ്. അതുകൊണ്ടാണല്ലോ ഈ ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു യുദ്ധം നിർത്തിയാൽ മാത്രമേ ഞങ്ങൾ കരാറിലേക്ക് വരൂ എന്ന് പറഞ്ഞിരുന്ന ഹമാസ് ഇപ്പോൾ പറയുന്നുണ്ട് വെടിനിർത്തൽ, അതായത് താൽക്കാലികമായി വെടിനിർത്തലിന് പോലും തയ്യാറാണ് എന്ന്. അത് പക്ഷെ ഒരു യുദ്ധം അവസാനിക്കുന്നതിലേക്ക് ഇത് പോകണം എന്ന് പറയുന്ന ഒരു ഉറപ്പെങ്കിലും ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറയുന്ന തലത്തിലേക്ക് ഹമാസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഹമാസ് വന്നതിന്റെ കാര്യം ഈ പ്രദേശത്ത് ജനങ്ങൾ നേരിടുന്ന അതിഭീകരമായ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കെതിരായി ജനങ്ങളുടെ ഇടയിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ശക്തമാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് ഏതെല്ലാം തരത്തിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയുമോ അതിനുള്ള സമ്മർദ്ദം അവർ ചെലുത്തുന്നുണ്ട്. ഒരു വെടിനിർത്തൽ വന്നാൽ തീർച്ചയായിട്ടും ഹമാസ് അത് അംഗീകരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. റൈറ്റ്, വളരെയധികം നന്ദി പ്രൊഫസർ ജോസഫ് ആന്റണി ഞങ്ങളോട് സംസാരിച്ചതിന്. ഗസയിൽ ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്ന വംശഹത്യാശ്രമങ്ങൾ അല്ലെങ്കിൽ വംശഹത്യ അത് അവസാനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വെടിനിർത്തലായിരിക്കുമോ, അതോ തൽക്കാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് വംശഹത്യയെ കുറെ കൂടെ ഗുരുതരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള നിർത്തലായിരിക്കുമോ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിഗുരുതരമായ ഒരു സാഹചര്യം ഗസയിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.